വളരെ ബുദ്ധിമുട്ടി വെള്ളം എന്നുള്ളൊരു വാക്ക് അല്പമായി ഉച്ചരിക്കുകയും ചെയ്തു. നാവ് വരണ്ട് മരണത്തിന് തൊട്ട് മുമ്പുള്ള മുഹൂർത്തത്തിലാണ് ഇത് പറയുക. അതികഠിനമായ പീഡകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, കുരിശില് കാലുകളിൽ ആണി അടിച്ചിട്ടുള്ളത് ഇങ്ങനെ കാലുകൾ ചേർത്താണ്, രണ്ട് കാലുകൾ ചേർത്താണ്. ആ കാല് ആണിയാൽ ഊന്നി ശരീരം മുകളിലേക്ക് ഉയർത്തി ആണ് ശ്വാസം വലിക്കുക. അനേകം ഓരോ ശ്വാസമെടുപ്പിനും ഈ കാലുകൾ മുറിഞ്ഞ് അതികഠിനമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈകളിലുള്ള ആണികളിലേക്ക് ശരീരത്തിന്റെ ഭാരം താങ്ങി മുകളിലേക്ക് വലിഞ്ഞിട്ടാണ് ശ്വാസമെടുക്കുക. ഇങ്ങനെ ശ്വാസമെടുത്ത് അതികഠിനമായ പീഡ അനുഭവിച്ചുകൊണ്ടാണ് ക്രിസ്തു മരണത്തിന്റെ വക്കിലെത്തുന്നത്. ആ വക്കിലെത്തി എല്ലാം പൂർത്തിയാക്കി എന്നറിയാവുന്ന ക്രിസ്തു പിന്നെ ഒന്നും പറയേണ്ടതില്ല. പക്ഷെ കർത്താവ് യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ആ ദാഹം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ഒരിക്കലും വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമായിരുന്നില്ല. അങ്ങനെയെങ്കിൽ വെള്ളം വെള്ളം എന്ന് പറയുമേ ഉണ്ടായിരുന്നു. കർത്താവ് യേശുവിന്റെ ദാഹം സകല മനുഷ്യരെയും തന്റെ വ്യക്തിത്വത്തിലേക്കും തന്റെ സ്നേഹത്തിലേക്കും സ്വീകരിക്കാനുള്ളതായിരുന്നു. ഓരോ വ്യക്തിയെയും തന്റെ സ്നേഹത്തില്, ആലിംഗനത്തില്, തന്റെ വ്യക്തിത്വത്തില്, സ്നേഹത്തില്, തന്റെ സുവിശേഷം അറിയിക്കുന്നതിലൂടെ സകല മനുഷ്യരെയും തന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരണമെന്നും മരണത്തെ അതിജീവിക്കുന്ന സ്നേഹം മനുഷ്യൻ പ്രാക്ടീസ് ചെയ്യണമെന്നുമായിരുന്നു.